ഷുഗർ, സ്ട്രോക്ക് എന്നീ രോഗങ്ങൾ ബാധിച്ച എൻ്റെ ഒരു സ്നേഹിതന് അദ്ദേഹത്തിൻ്റെ തീരെ നഷ്ടപ്പെട്ട ലൈംഗിക ജീവിതം, അദ്ദേഹം ആത്മഹത്യയുടെ വക്കിലായിരുന്നു, യൂറിൻ തെറാപ്പി കൊണ്ട് മെച്ചപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ഏറ്റവും നല്ല രീതിയിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ യൂറിൻ തെറാപ്പി ചെയ്യുന്ന വ്യക്തികൾക്ക് ലൈംഗിക ജീവിതം മെച്ചപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്, ലൈംഗിക ശേഷി വർദ്ധിക്കുന്നതായിട്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരാനുള്ള കാരണം? യൂറിൻ തെറാപ്പിയും ലൈംഗിക ശേഷിയും തമ്മിലുള്ള ബന്ധം എന്താണ്? യൂറിൻ കഴിക്കുന്നവർക്ക് ലൈംഗിക ശേഷി വർദ്ധിക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ അനുഭവസ്ഥർ അങ്ങനെ പറയുന്നുണ്ട് എന്നാണല്ലോ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട് ദുഃഖിതരായി കഴിയുന്നവർക്ക് യൂറിൻ തെറാപ്പി ഗുണം ചെയ്യുന്നു, അവർക്ക് ലൈംഗികമായ ഊർജം ലഭിക്കുന്നു എന്ന് അനേകം പേർക്ക് അനുഭവമുണ്ടെങ്കിൽ അതേതായാലും അത്തരം ശേഷിക്കുറവുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മൂത്രം ആയിരക്കണക്കായ പോഷകങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. ഹോർമോണുകളും എൻസൈമുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഔഷധ ഗുണമുള്ള രക്തദ്രാവകമാണ് മൂത്രം. ഇവയൊക്കെ നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നവയുമാണ്. വൃഷണം ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ പുനരുൽപാദന പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ മൂത്രത്തിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബീജോൽപാദനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇത്. പേശികളുടെ ബലം കൂട്ടാനും ഇത് സഹായകരമാണ്. ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനത്തെ സഹായിക്കുന്ന സിങ്ക് മൂത്രത്തിലുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സിങ്കിൻ്റെ പ്രവർത്തനം ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ വിറ്റാമിൻ B12 മൂത്രത്തിലുണ്ട്. ഇത് ലൈംഗിക പ്രവർത്തനത്തിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. മൂത്രത്തിലടങ്ങിയ മഗ്നീഷ്യം അതിൻ്റെ പ്രവർത്തനം രക്തചംക്രമണത്തെ, രക്തത്തിൻ്റെ പ്രവാഹത്തെ ത്വരിതപ്പെടുത്തും. ഇത് ഊർജ്ജനില മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ്. അതുപോലെ വേറൊരു ഘടകം ആർജിനൈൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് മൂത്രത്തിലുണ്ട്. ഇത് നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതിലൂടെ ഉണ്ടാകുന്നത് ഈ രക്തപ്രവാഹം കൂടുതൽ സുഗമമാകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് വിറ്റാമിൻ C, അതും മൂത്രത്തിലുള്ളതാണ്. ഇതൊക്കെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും കൂടിയാണ്. അവയുടെ പ്രവർത്തനം ഗുണകരമാണ്. പൊട്ടാസ്യം മൂത്രത്തിലുണ്ട്. ഫോളിക് ആസിഡ്, അയേൺ, കാൽസ്യം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മൂത്രത്തിലുള്ളതാണ്. ഇവയെല്ലാം ഊർജ്ജവർദ്ധനവിനെയും ലൈംഗിക പ്രവർത്തനത്തെയും മെച്ചപ്പെടുത്തുവാൻ സഹായകരമാണെന്ന് ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവയുടെ എല്ലാം മൂത്രത്തിലെ സാന്നിധ്യം കാരണമാകാം ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ സഹായകമായി തീരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാനേ കഴിയൂ. അല്ലാതെ കൃത്യമായി പറയാൻ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല. നന്ദി.